ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അതെനിക്ക് നിർബന്ധമായിരുന്നു, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇടണം എന്നുള്ളത്. ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എവിടെയും കൊടുത്തിട്ടില്ല. അപ്പൊ എന്റെ പേര് നമിത. ഞാൻ തമിഴ്നാട്ടിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ, നീലഗിരിയാണ്. അപ്പൊ പക്ഷെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ മലയാളം അറിയാം, മലയാളിയാണോ എന്നൊക്കെ. ശരിക്കും ഞാൻ മലയാളിയാണ്. അമ്മയാണ് വയനാട്, അച്ഛൻ കൂടല്ലൂർ തന്നെയാണ്. ഇതാണ് എൻ്റെ ഒരു ഏകദേശമുള്ള ഒരു ബയോ എന്ന് പറയുന്നത്. അതായത് +2 കഴിഞ്ഞിട്ട് കുറെ പേർക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. അതായത് +2 കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ ചേരണോ, റൂം എടുക്കണോ, PG എടുക്കണോ, അതിന്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരാന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ കോളേജൊക്കെ ചേർന്നു. അപ്പൊ കോളേജൊക്കെ ചേർന്ന് കഴിഞ്ഞാലും നമുക്ക് ഹോസ്റ്റൽ ഉണ്ട്, PG ഉണ്ട്, റൂം എടുത്ത് സ്റ്റേ ചെയ്യാവുന്നതുണ്ട്, അതേപോലെ അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫുഡൊന്നും ഇല്ലാണ്ട് നമുക്ക് അക്കോമഡേഷൻ മാത്രം ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊന്നും കുറെ പേർക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇത് ഇടാന്ന് ഞാൻ വിചാരിച്ചു. വന്നപ്പോഴും ഇതേപോലെ എനിക്ക് അറിയില്ലായിരുന്നു ഹോസ്റ്റലിൽ ഇങ്ങനെ PG നിൽക്കാം, പുറത്ത് ഇങ്ങനെ PG ഉണ്ട്, അതേപോലെ എന്താ പറയാ റൂം എടുത്ത് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അക്കോമഡേഷൻ മാത്രം കൊടുത്തിട്ട് ഫുഡ് പുറത്ത് ഓർഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, കാരണം ഞാൻ ഒന്നും നോക്കാണ്ടൊക്കെയായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവർക്കാണ് ഇത് മാക്സിമം യൂസ് ആവുക. കാരണം കുറെ പേർക്ക് അറിയില്ല. കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വരുമ്പോൾ കോളേജുകാർ നമുക്കൊരു ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യും. അതായത് കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ അവർ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ അല്ലാണ്ട് നമുക്ക് നിൽക്കാനുള്ള 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് അക്കോമഡേഷൻ മാത്രം കൊടുത്തിട്ട് ഫുഡ്, അല്ലെങ്കിൽ പുറത്തിങ്ങനെ വെളിയിൽ ബസ്സായിട്ട് ഏൽപ്പിച്ചിട്ട് അക്കോമഡേഷൻ മാത്രം കൊടുത്തിട്ട് ഒരു അപ്പാർട്ട്മെന്റ് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്റ്റൽ അതും ഉണ്ടാവും. പ്രൈവറ്റ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ കുറച്ച് എമൗണ്ട് ഉണ്ടാവും. അതായത് കോളേജ് ഹോസ്റ്റൽ ഒരു 5000 ആണ് റെന്റ് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്റ്റൽ ഒരു 6000, 7000 അങ്ങനത്തെ ഒക്കെ ഒരു റേഞ്ചിൽ വരും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം കോളേജ് ചേരുമ്പോൾ PG പോലെ എടുക്കുക. അതായത് പ്രൈവറ്റ് ഹോസ്റ്റലിൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിന്റെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ റൂം എടുത്ത് നിൽക്കുക. അതെന്ന് പറയുന്നത് 3rd ഓപ്ഷൻ ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ആവില്ല. ഒരു 6 മന്ത്സ്, ഒരു 1 ഇയറോളം നമ്മൾ നിൽക്കുമ്പോഴേ നമ്മളൊരു ഗ്യാങ് ഫോം ചെയ്യുള്ളൂ. ആ ഗ്യാങ്ങിന്റെ കൂടെ വേറെ തനിച്ച് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അത് ഈ കോയമ്പത്തൂരൊക്കെ നമുക്ക് കുറെ റെന്റിന് റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ ഗ്യാങ്ങിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, റൂം എടുത്ത് നിൽക്കുക. റെന്റ് എന്ന് പറയുമ്പോൾ 2000 കാര്യങ്ങൾ വരുള്ളൂ. അതായത് നമ്മൾ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു 1000, അത്രയൊക്കെ ചെലവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റലിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് വെക്കേറ്റിങ്ങിന് ഇത്ര മാസം പ്രൊസീജിയർ ഉണ്ട് എന്ന് പറയും. അതായത് നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇറങ്ങാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ PG ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസം മാസം റെന്റ് കൊടുത്തിട്ട് നിൽക്കുന്നത്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം വരാം, അതിന്റേതായ ഫ്രീഡം കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ, നമ്മുടെ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ടിംഗ് പോകണമെങ്കിൽ ഔട്ടിംഗ് ലെറ്റർ വെക്കണം. പുറത്ത് ഇപ്പോൾ ഒരു ഈവനിങ് ടൈം സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ വേണം, കോർഡിനേറ്ററിന്റെ പെർമിഷൻ വേണം. അങ്ങനെ കുറെ ടാസ്ക് ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അതായത് ഫസ്റ്റ് ഇയർ ഞാനും വന്നപ്പോൾ കുറച്ച് അഡാപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം നമ്മളൊരു കൂട്ടിലിട്ട പോലെ ഉള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പോകുമ്പോൾ നമുക്ക് അത് ശീലമായിക്കോട്ടെ ഇടുന്നുണ്ട്. അപ്പൊ യൂസ്ഫുൾ ആയിക്കോട്ടെ, +2 കഴിഞ്ഞ് ചേരുന്ന പിള്ളേർക്ക് അതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക് തന്നെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ. കാരണം ഞാൻ വന്നപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഇത് മസ്റ്റായിട്ടും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് PG എടുക്കുക, പ്രൈവറ്റ് ഹോസ്റ്റൽ എടുക്കുക. എന്നിട്ട് അവിടെ ആയിട്ടുള്ള ഗ്യാങ്ങിന്റെ കൂടെ ഒരു 6 മന്ത്സ് ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഗ്യാങ് ആവും, അതേപോലെ ഫ്രണ്ട്സ് ആവും. എന്നിട്ട് റൂം റെന്റ് എടുത്ത് റൂമിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് ടാസ്ക് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്, ഇല്ലാന്ന് പറയില്ല. പക്ഷെ നമ്മുടെ അഫോർഡബിൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഹോസ്റ്റൽ ഫുഡ് സെറ്റ് ആവണമെന്നില്ല. എന്താ പറയാ, ഹോസ്റ്റൽ ഫുഡ് കാരണം പല പ്രശ്നങ്ങളും വരാം. നമ്മൾ അഡാപ്റ്റ് ആവണമെങ്കിൽ തന്നെ ഒരു 1 ഇയറിന്റെ മുകളിൽ തന്നെ ആവും. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും ആ ഫുഡൊക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും. കുറച്ചെങ്കിലും ഒരു 50% നമുക്ക് സ്റ്റാർട്ടിങ് അഡാപ്റ്റ് ചെയ്യും. നമ്മൾ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റും കാര്യങ്ങളായിരിക്കും, നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫുഡിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അതിന് PG ആണെന്നുണ്ടെങ്കിൽ റെന്റ് കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ പറയാം, റെന്റ് കൂടുതലായിരിക്കും. പക്ഷെ ഫുഡ് നമുക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും. അതേപോലെ ഔട്ടിങ്ങും കാര്യങ്ങളും നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടാവും ഫസ്റ്റ് ഇയറിൽ വന്നതും. പിന്നെ 3rd ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ റൂം എടുത്ത് നിൽക്കുന്നത്. അത് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് സെറ്റ് ആയ ശേഷം ഒരു ഗ്യാങ് ആവും. അപ്പൊ റൂം എടുത്ത് നിന്ന് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഇഷ്ടമുള്ളത് വേണ്ടപ്പോ കുക്ക് ചെയ്ത് കഴിച്ചാൽ മതി. നല്ല അഫോർഡബിളും ആണ് റൂം എടുത്ത് നിൽക്കുക എന്നുള്ളത്.
അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതേപോലെ എന്റെ വീഡിയോസ് കണ്ടിന്യൂസ് വരുന്നതായിരിക്കും, അത് കാണാനും മറക്കണ്ട. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.